ഒരു 2 വീക്സ് മുമ്പേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ ടേർട്ടിലിനെ കണ്ടു, സീ ടേർട്ടിൽ, നമ്മുടെ ആമ. അപ്പം ഞാനൊരാളെ കാണിച്ചു തരാം. ബീച്ചിൽ വന്ന സർപ്രൈസ് ആയിട്ട് കിട്ടിയതാ. നോക്കി, വലിയൊരു ആമ. വാവ്, വാട വാട കിട്ടുവാ. നല്ല വലിപ്പമുള്ള. ഇന്ന് ഞാൻ ആ പ്ലേസിൽ വന്നപ്പോഴേ സെയിം അവിടെ തന്നെ 2 ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഷൂ ഇട്ടത് കാരണം എനിക്കിങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ അതാണ് കേട്ടോ. ഇതാ ഈ കാണുന്നില്ല ഒരു ഗ്രീൻ കളറ്. ഞാൻ അന്നിങ്ങനെ സ്റ്റോറി ഇട്ടപ്പോഴേ കുറേ പേരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് ഇത് മുട്ടയിടാൻ വരുന്നതാണോ എന്ന്. ആക്ച്വലി ഇത് മുട്ടയിടാൻ വരുന്നതല്ല. ഇത് കണ്ടില്ലേ, ഇത് ഈ ഭാഗമൊക്കെ അന്ന് വെള്ളമായിരുന്നു കേട്ടോ അന്ന് എടുത്ത ദിവസം. ഇവിടെ കുറേ മറ്റേ ആൽഗയുണ്ട്, പായൽ, കടൽ പായൽ, അതുപോലെ കടൽ പുല്ല്, സീ ഗ്രാസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വരുന്നത് കൂടുതലും. പിന്നെ അടുത്തത് വേറെ കുറേ പേര് ചോദിച്ചു ഇത് മിരുഗമാണോ എന്ന് ചോദിച്ചു. ഇവരുണ്ടല്ലോ ഈ ആമകൾ കരയും കടലും ഒക്കെ കൂടിയിട്ട് ഒരു നോർമലി 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കരയിൽ കാണുന്ന ആമ, അതിനെയാണ് നമ്മൾ ടോർട്ടോയിസ് എന്ന് പറയുന്നത്. നമ്മൾ സൂവിലൊക്കെ കാണുന്നില്ല വലിയ ആമ. ശരിക്കും അവർക്ക് കാലാണുള്ളത്. നമ്മുടെ ആനയുടെയൊക്കെ പോലെയുള്ള അത്ര വലുതല്ല, ആ ഒരു ടൈപ്പ് കാലുണ്ടാവും, നഖമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ളത്. അതാണ് കരയാമ. ഇത് കടലിൽ കാണുന്നതാണ്. ഇവർക്ക് കാലുണ്ടാവില്ല, ഇവർക്ക് ഫ്ലിപ്പേഴ്സാണ് ഉണ്ടാവുക. അതായത് നീന്തി പോകാൻ പറ്റുന്ന സംഭവമാണ് ഇവർക്ക് ഉണ്ടാവുക. പിന്നെ ഒന്നുള്ളത് അത് ടോർട്ടോയിസ് എന്ന് പറയും, ഇത് സീ ടേർട്ടിൽ എന്ന് പറയും. പിന്നെ ഒന്ന് ഫ്രഷ് വാട്ടർ ടേർട്ടിലുണ്ട്. അവരുടെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഇങ്ങനെ 3 ഇതായിട്ടാണ് ഉള്ളത്. കരയാമ, കുളത്തിലുള്ള ആമ, കടലിലുള്ള ആമ. ഇപ്പം കടലിലുള്ള ഈ ഗ്രൂപ്പിനെയാണ് സീ ടേർട്ടിൽ എന്ന് പറയുന്നത്. ഈ സീ ടേർട്ടിൽ നോർമലി കടലാമ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ലക്ഷദ്വീപിൽ ഇതിൻ്റെ ഗ്രൂപ്പിൽ വലുപ്പമുള്ളൊരു ആമയുണ്ട്. അതിനെ പറയുന്ന പേരാണ് മിരുഗം എന്ന്. ആക്ച്വലി ഇത് ലോക്കൽ നെയിമാണ് കേട്ടോ. നോർമലി ആമ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിനെ പറയുന്ന പേര് മിരുഗം എന്നാണ്. അത് ഗ്രീൻ സീ ടേർട്ടിലാണ്. ഇതിന് ഗ്രീൻ സീ ടേർട്ടിൽ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് പറയുക, ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പുറത്ത് പച്ച കളറുള്ളതുകൊണ്ടെന്ന്. അതല്ല, ആക്ച്വലി അത് പായലൊക്കെ പറ്റി പിടിച്ചതാണ്. ഇതിൻ്റെ ഫാറ്റ് ഉണ്ടല്ലോ, ഫാറ്റ് ഒരു ഗ്രീനിഷ് കളറായിരിക്കും. ഇത് ഇങ്ങനെ ഫുള്ള് പായലും സീഗ്രാസൊക്കെ കഴിക്കുന്നത് കൊണ്ട് അതിനൊരു പച്ച കളറായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം. ഇവരിപ്പോൾ വന്നത് കണ്ടില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വന്ന സെയിം ലൊക്കേഷൻ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇപ്പോഴും ഇത് വന്നിരിക്കുന്നത്. അതായത് പശുക്കളെ പോലെ തന്നെ ഈ മേയാൻ വിടുമ്പോൾ പിറ്റന്നാൾ അതേ സ്ഥലത്തോട്ട് പോയിട്ട് പുല്ല് തിന്നാൻ വരും. അങ്ങനെയാണ് ഇവർ ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. ഇവിടെ ഇവർക്ക് അറിയാം ഇവിടെ പുല്ല് അല്ലെങ്കിൽ ആൽഗയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് തിന്നാനുള്ള സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങോട്ടേക്ക് തന്നെ തിന്നാൻ വരുന്നതാണ്. ഒരുപാട് പേര് ആമേൻ്റെ കേസിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ആംഫീബിയൻസ് ആണോ എന്ന്. ഒരുപാട് പേര് ഇപ്പോഴും വിചാരിക്കുന്നത് ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, സോ ദേ ആർ ആംഫീബിയൻസ് എന്നാണ്, അതായത് ഉഭയജീവികളായിട്ട്. പക്ഷേ ആമ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. അതായത് ആമ പാമ്പിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ പെട്ടവരാണ്, ഉരകജീവികളാണ്. അതായത് ഇവർക്കുണ്ടല്ലോ വെള്ളത്തിലും കരയിലും ശ്വസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇവർക്ക് ആകെ ലങ്സ് വഴിയേ ശ്വസിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ആ ആമേനെ ഇടയ്ക്ക് നോക്കിയാൽ മനസ്സിലാവും, അത് തല മുകളിലോട്ട് പൊക്കുന്നത് കാണാം. ആക്ച്വലി അവർക്ക് ലങ്സ് മാത്രമേ ഉള്ളൂ, വേറെ രീതിയിലൊന്നും ശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ആംഫീബിയൻസ് അല്ല, അവർ റെപ്റ്റൈൽസ് ആണ്. ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തവളയൊക്കെയാണ്. അതായത് തവള ചെറുപ്പത്തിൽ ഗിൽസ് ഉണ്ടാവും, അത് കഴിയുമ്പോൾ അവർ ലങ്സ് ഒരു സ്കിന്നൊക്കെ വഴി റെസ്പിറേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് 2 ടൈപ്പിലുള്ള ലൈഫുണ്ട്. വാട്ടറിലുള്ള ലൈഫും അവിടെ ജീവിക്കാൻ പറ്റുന്ന അഡാപ്റ്റേഷനും ഉണ്ട്, കരയിൽ വരുമ്പോൾ അവിടെ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ആമയുടെ കേസിൽ ആമ വെള്ളത്തിലാണെങ്കിലും കരയിലാണെങ്കിലും ശ്വാസം നടക്കുന്നത് ലങ്സ് വഴിയാണ്. അതുകൊണ്ട് ആമ ആംഫീബിയൻസ് അല്ല, റെപ്റ്റൈലാണ്. പറ്റിയിട്ടൊരു കൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ ഇവിടെ കയറും കേട്ടോ, മുട്ടയിടാൻ കയറും. എന്നിട്ട് കുറേ മുട്ട ഇട്ടിട്ട് ആ തള്ളയാമ തിരിച്ചു പോകട്ടെ. രാത്രിയാണ് കൂടുതൽ വരുന്നത്. നമ്മളൊക്കെ ബീച്ചിലിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ മണ്ണിൽ ഇങ്ങനെ മുട്ട വിരിഞ്ഞിട്ട് പോകുന്നത് കാണുന്നത്. അപ്പോഴാണ് നമ്മളവിടെ മുട്ട ഉണ്ടെന്ന് തന്നെ അറിയാം. ഇപ്പോൾ ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കടലിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള പണ്ട് ആളുകളൊക്കെ പറയായിരുന്നു അതിനൊന്നും ചെയ്യേണ്ടത്, അതിൻ്റെ അമ്മയാമ ദൂരെ ദൂരെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും, ആ ഡയറക്ഷനിലോട്ടാണ് ഇവർ പോകുന്നതെന്ന്. ആക്ച്വലി അതൊരു മിത്താണ്. ഈ ആമ മുട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ പണി നോക്കി പോകും. അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലെത്തിയിട്ടുണ്ടാവും. ഇത് വിരിയുമ്പോൾ ഇവർ ഇത്രയും മുട്ടയിടുന്നത് തന്നെ ഇവർക്ക് സർവൈവലിന് വേണ്ടിയിട്ടാണ്. കുറേ മുട്ട ഇട്ടാലേ ഇവർ ഇവിടെയുള്ള പ്രഡേറ്റേഴ്സിനൊക്കെ, അതായത് കരയിലുണ്ടാകുമ്പോൾ തന്നെ ഞണ്ടും ബേർഡും ഒക്കെ ഇവർ അറ്റാക്ക് ചെയ്യും. കടലിലോട്ട് ഇറങ്ങുമ്പോൾ ഫിഷസ് അറ്റാക്ക് ചെയ്യും. അങ്ങനെ കടൽ ജീവികളൊക്കെ അറ്റാക്ക് ചെയ്ത് എത്രയോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാലും അവസാനം അടുത്ത് നിന്ന് ബാക്കിയാവുക ഒരു 3-4 കുഞ്ഞുങ്ങളൊക്കെ ബാക്കിയാവും.
അത് അല്ലാണ്ട് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, ഇവരെ തള്ള പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ കുറേ മുട്ട ഇടുന്നതും ഈ ഒരു അതിൻ്റെ സർവൈവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു മിത്ത് അത് ഫേക്കാണ് കേട്ടോ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ, നോർമലി ഇപ്പോൾ നമ്മുടെ കോഴിയുടെയൊക്കെ കേസിലെ മുട്ടയിൽ തന്നെ അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമുക്കല്ല, അത് ഡിസൈഡഡ് ആണ്. ഓക്കെ, അത് അവരുടെ കേസിലുണ്ടല്ലോ, ഇവർ മുട്ട ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് ആ മുട്ട വിരിയുമ്പോൾ ആ മണ്ണിലുള്ള ടെമ്പറേച്ചർ എന്താണോ അതാണ് ആക്ച്വലി സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത് ഫീമെയിലും, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത് മെയിലായിട്ടും വരും. അതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നല്ല ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരിയുന്ന മൊത്തം ഫീമെയിൽ ആവും. അപ്പോഴും അവരുടെ സർവൈവലിനെ ബാധിക്കും. ബിക്കോസ് അവർക്ക് മെയിൽ വേണം മെയ്റ്റ് ചെയ്തും അടുത്ത എഗ്ഗ് ഇടണമെങ്കിൽ. അപ്പോൾ ഇവരുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആക്ച്വലി എൻവിയോൺമെൻറ്റൽ ഫാക്ടറാണ് കേട്ടോ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ കേസിൽ. ദ്വീപിൽ ഈ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വരുന്നതിന് മുമ്പ് പണ്ടൊക്കെ ഇതിനെ നല്ല രീതിയിൽ ഇതിനെങ്ങനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ടല്ല, അതായത് ഇതിൻ്റെ ഇറച്ചി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഫാറ്റ് ഉണ്ടല്ലോ, ഈ ഫാറ്റ് ഉപയോഗിച്ചിട്ട് ഇവർ സ്രാവിനെയൊക്കെ വേട്ടയാടാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വയറ്റിൽ നിന്നൊക്കെ മുട്ട എടുത്ത് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കേസിൽ ലക്ഷദ്വീപുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും പറഞ്ഞാട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.